CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. തമ്പ്രാക്കന്മാർ പറയും അടിയാന്മാർ അനുസരിക്കണം എന്നതാണ് നേതൃത്വത്തിന്റെ നിലപാട്. ഭൂമാഫിയ സംഘങ്ങളുമായി ബന്ധമുള്ള മധുസൂദനനെ പയ്യന്നൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത് തിരിച്ചടിയായി. ജില്ലാ നേതൃത്വം മഞ്ചേശ്വരത്ത് KR ജയാനന്ദയെ രക്തസാക്ഷിയാക്കിയെന്നും വിമർശനമുയർന്നു. വിവരങ്ങളുമായി ഷെഫീഖ് നസ്രുള്ള ചേരുന്നുണ്ട്. ഷെഫീഖ്, രൂക്ഷമായ വിമർശനമാണ് നേതൃത്വത്തിനെതിരെ ഉയരുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഇന്ന് ചേർന്ന CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് ഇങ്ങനെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നത്. സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ രൂക്ഷമായി പ്രതികരിച്ചു. തമ്പ്രാക്കന്മാർ പറയും അടിയാന്മാർ അനുസരിക്കണം എന്നതാണ് നേതാക്കന്മാരുടെ നിലപാട്. ഈ നിലപാടാണ് വലിയ ഒരു തോൽവിയിലേക്ക് പാർട്ടിയെ നയിച്ചത് എന്നതാണ് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വിമർശിച്ചത്. അതോടൊപ്പം ഭൂമാഫിയയുടെ സംഘങ്ങളുമായി ബന്ധമുള്ള മധുസൂദനനെ പയ്യന്നൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത് പയ്യന്നൂരിലെ തോൽവി മാത്രമല്ല, അതിന്റെ തൊട്ടടുത്തുള്ള തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ വലിയ തോൽവിക്ക് കാരണവും ഈ പയ്യന്നൂർ മണ്ഡലത്തിലെ മധുസൂദനന്റെ സ്ഥാനാർത്ഥിത്വമാണ് എന്ന വിമർശനമാണ് കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായത്. തൃക്കരിപ്പൂർ പയ്യന്നൂരുമായി അതിർത്തി പങ്കിടുന്ന മണ്ഡലമാണ്. അവിടെ പയ്യന്നൂരിലുണ്ടായിരുന്ന വിമർശനം തൃക്കരിപ്പൂരിലെയും സ്വാധീനിച്ചു. ആ കാരണത്താലാണ് LDFന് വലിയ സ്വാധീനമുള്ള, CPMന് വലിയ സ്വാധീനമുള്ള മേഖലകളായിട്ട് പോലും അവിടുന്ന് വോട്ട് ചോർച്ചയുണ്ടായതിന് കാരണം ഈ പയ്യന്നൂരിലെ സ്ഥാനാർത്ഥിത്വമാണ് എന്നതാണ് അംഗങ്ങൾ വിമർശിച്ചത്. അതോടൊപ്പം ജില്ലാ നേതൃത്വത്തിന്റെ നിർബന്ധം കാരണമാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KR ജയാനന്ദയെ മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയാക്കിയത്. അവിടെ നേരത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു. എന്നാൽ KR ജയാനന്ദയെ സ്ഥാനാർത്ഥിത്വം ആണ് ജില്ലാ നേതൃത്വം പറഞ്ഞിരുന്നത്. ആ കാരണത്താൽ ജയാനന്ദക്ക് അവിടെ 20,000 വോട്ടിന്റെ ചോർച്ചയുണ്ടായി. ഈ 20,000 വോട്ട് പാർട്ടിക്ക് മഞ്ചേശ്വരത്ത് നഷ്ടപ്പെട്ടത് പ്രാദേശികമായ ചില ഇടപെടലുകൾ കാരണമാണ് എന്ന വിമർശനം ഉയർന്നിട്ടുണ്ട്. അക്കാര്യമടക്കം പരിശോധിക്കണം എന്നതാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നത്. വലിയ വിമർശനം ജില്ലാ സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉണ്ടായി. ചില നേതാക്കന്മാരുടെ പെരുമാറ്റം പാർട്ടിയെ ഗുരുതരമായ സ്വഭാവത്തിലാണ് പ്രതിസന്ധിയിലാക്കിയത്. അക്കാര്യമടക്കമാണ് തോൽവിയിലേക്ക് നയിച്ചത്. CPMന് സ്ഥിരമായി ജയിക്കുന്ന, CPMന് ഏറെ സ്വാധീനമുള്ള ഉദുമയിലും തൃക്കരിപ്പൂരിലും ഇത്തവണ പരാജയപ്പെട്ടു. ഈ പരാജയങ്ങൾക്കൊക്കെ കാരണം സംസ്ഥാന നേതൃത്വത്തിന്റെ ചില ഇടപെടലുകളാണ് എന്നതും തൃക്കരിപ്പൂരിലെ പരാജയത്തിന് കാരണം പയ്യന്നൂരിൽ മധുസൂദനെ സ്ഥാനാർത്ഥിയാക്കിയതാണ് എന്നതുമടക്കമുള്ള കാര്യങ്ങളാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നത്. 20-21 തീയതികളെയാണ് ജില്ലാ കമ്മിറ്റി CPM കാസർഗോഡ് ചേരുന്നത്. ആ ജില്ലാ കമ്മിറ്റിയിലടക്കം രൂക്ഷമായ വിമർശനം ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, ഷെഫീഖ് നസ്രുള്ളയാണ് വിവരങ്ങൾ നൽകിയത്.